നമസ്കാരം. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കാറുണ്ട്. ഇത് എൻ്റെ വാക്കുകളല്ല. ഇക്കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാനത്തൊട്ടാകെ 300 കൺസ്യൂമർ ഫെഡിൻ്റെ സ്റ്റാളുകളിലൂടെ ഈസ്റ്റർ, വിഷു, റംസാൻ ചന്തകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചു. ഇതിനു പുറകിൽ കോൺഗ്രസും BJPയും ആണ് എന്നാണ് ഇന്ന് ദേശാഭിമാനി പത്രത്തിൻ്റെ മുഖം പേജിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ അത് തീർത്തും ശരിയല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മിക്കവാറും ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ മുഖപത്രത്തിൽ നിറയെ പരസ്യങ്ങളായിരിക്കും. ഇന്നും അത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ ആദ്യ പേജിൽ ഒരു വാർത്തയുണ്ട്. കോൺഗ്രസുകാരും BJPക്കാരും പരാതിപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി കേരള സർക്കാർ വില കുറവിൽ 14ഓളം ഭക്ഷ്യവസ്തുക്കൾ സാധാരണക്കാരന് കൊടുക്കുവാനുള്ള ഒരു സംരംഭം കിറ്റ്, അതായത് ഈസ്റ്റർ, വിഷു, റംസാൻ പ്രമാണിച്ച് കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റാളുകളിലൂടെ കൊടുക്കാൻ തീരുമാനിച്ച ആ വിവരം അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങൾ കോൺഗ്രസുകാരും BJPക്കാരും പരാതിപ്പെട്ടതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷണർ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. വാർത്തയുടെ രത്ന ചുരുക്കം ഇത് തന്നെയാണ്. കേരളത്തിലെ 300ഓളം സ്റ്റാളുകളിലാണ് 14 വിഭവങ്ങൾ അടക്കമുള്ള ഭക്ഷ്യോപയോഗ സാധനങ്ങൾ കൊടുക്കുവാൻ വേണ്ടി കേരള സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിന് പാലം വലിച്ചുകൊണ്ട്, പാരമണിഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത് കോൺഗ്രസുകാരും BJPക്കാരും എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ദേശാഭിമാനിയിൽ അത് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ മാർച്ച് 31-ാം തീയതി ഈസ്റ്റർ കഴിഞ്ഞു, എന്തുകൊണ്ടാണ് ഈസ്റ്ററിന് മുമ്പായിക്കൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ചന്ത നടത്താൻ പാടില്ലാതിരുന്നത്? അങ്ങനെയെങ്കിൽ മാത്രമല്ലേ ഇവിടെ മതേതര സംസ്കാരം പുലരുകയുള്ളൂ. ഈസ്റ്ററിനും റംസാനും വിഷുവും കണക്കിലെടുത്തുകൊണ്ട് ഈ 3 ആഘോഷവേളകൾക്ക് കൂടി ഉത്സവച്ചന്ത പ്രദാനം ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് മാർച്ച് 31-ന് മുമ്പ് ഇവർക്ക് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ ഈസ്റ്ററും റംസാനും വിഷുവും പ്രമാണിച്ചുകൊണ്ട് ചന്തകൾ തുടങ്ങാൻ സാധിക്കാതെ പോയത്? അപ്പോൾ ഈ അവസാന നിമിഷത്തിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചന്ത തുടങ്ങാൻ പോകുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനം ചൂണ്ടിക്കാണിച്ച് ആരെങ്കിലും പരാതി നൽകുകയാണെങ്കിൽ അവർ മുഖാന്തരമാണ് ഈ ചന്ത മുടങ്ങിയത്, പാവപ്പെട്ടവർക്ക് 14 ഭക്ഷ്യോപയോഗ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ തടഞ്ഞത് മറ്റിതര രാഷ്ട്രീയ കക്ഷികളാണ് എന്ന് വരുത്തി തീർത്ത് CPMന് വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭം കൊയ്യുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയന്റെ ഗൂഢതന്ത്രം ഇതിനു പുറകിൽ പ്രവർത്തിച്ചത്. സർക്കാരിൻ്റെ കയ്യിൽ 10 പൈസയില്ല, ശമ്പളമോ ക്ഷേമ പെൻഷനോ കൊടുക്കാൻ പണമില്ലാത്ത സർക്കാർ എവിടെ നിന്നാണ് 14 നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കുക? കേരളത്തിൽ ആകമാനമുള്ള സപ്ലൈകോയുടെ സ്റ്റോറുകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും, ഒഴിഞ്ഞ റാക്കുകളാണ് അവിടെ കാണുന്നത്. എന്നാൽ ഈ ഒഴിഞ്ഞ റാക്കുകളുടെ പടമെടുക്കുവാൻ അവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുന്നവർ മുതിരുകയാണെങ്കിൽ അവർക്കെതിരെ പോലീസ് കേസ് ഉണ്ടാകും. ഇതാണ് കഴിഞ്ഞ കുറേ നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സപ്ലൈകോയിൽ ഒരു സാധനമില്ല, ഉള്ള സാധനം തന്നെ കഴിക്കാൻ പറ്റില്ല, ഭക്ഷ്യയോഗ്യമല്ല. എന്നാൽ ഈ റാക്കുകൾ ഒഴിഞ്ഞിരിക്കുന്ന വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി അവിടെ ചെന്നെത്തുന്ന ഏതെങ്കിലും ഒരു ഉപഭോക്താവ് ചിത്രമെടുക്കുവാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ പോലീസ് കേസെടുക്കും. ഇതാണ് സർക്കാരിന്റെ നയം. 5 കാശ് കയ്യിലില്ലാത്ത, ഖജനാവിൽ 5 നയാ പൈസ എടുക്കാനില്ലാത്ത സർക്കാർ എങ്ങനെയാണ് 14 ഇനം ഭക്ഷ്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കുക? അത്തരത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഉത്സവ സീസൺ, അതായത് റംസാനും ഈസ്റ്ററും വിഷുവും മുന്നിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഇത് നേരത്തെ തുടങ്ങുവാൻ സാധിച്ചില്ല? അതായത് സർക്കാരിന്റെ കയ്യിൽ പണമില്ല. എന്നിട്ട് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു തീരുമാനം പുറത്തുവിടുകയും അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനമെടുക്കുകയും ചെയ്താൽ അത് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലുകൾ കൂടി ആണ് ഈ ഭക്ഷ്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാരന് ലഭ്യമാകാതെ പോയത് എന്ന് വരുത്തി തീർത്ത് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുവാൻ വേണ്ടി തന്നെയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇത്തരത്തിലൊരു ഗൂഢതന്ത്രവുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. CPMന്റെ മുഖപത്രമായ ദേശാഭിമാനി അതിന് കുടപിടിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ കയ്യിൽ 5 പൈസയില്ല തുടങ്ങുവാൻ വേണ്ടി. അപ്പോൾ ഇല്ലാത്ത പണം മുടക്കി ഇങ്ങനെ 14 വിഭവങ്ങൾ ജനങ്ങൾക്ക് ഈസ്റ്ററും റംസാനും വിഷുവും പ്രമാണിച്ച് കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടിയുടെയും BJPയുടെയും തടസ്സവാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണർ ചട്ടവിരുദ്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരോധിച്ച് ഫലത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് റംസാനും വിഷുവും ഈസ്റ്ററും ആഘോഷിക്കുവാനുള്ള അവസരം നഷ്ടമായി. സർക്കാർ വില കുറഞ്ഞ
ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് ഇങ്ങനെ നഷ്ടമായി എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പിണറായി വിജയൻ ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും പിണറായി വിജയൻ ഇത്തരത്തിൽ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഭക്ഷ്യോപഭോഗ കിറ്റുകൾ ജനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. അന്ന് രമേശ് ചെന്നിത്തല ഇത്തരം കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ഇലക്ഷൻ കമ്മീഷണർ അത് റദ്ദാക്കുകയും ചെയ്തു. പെരുമാറ്റച്ചട്ടം കണക്കിലെടുത്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്തത്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഇവർക്ക് ജനങ്ങൾക്ക് ഇത്തരം കിറ്റുകൾ കൊടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് ഇവരത് ചെയ്തില്ല? അഥവാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്താതെ പോയത്? ഉത്സവ ചന്തകൾ ഞങ്ങൾ നടത്തുന്നു എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായി അത് വരില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യാതിരുന്നത്? കയ്യിൽ പണമില്ല. സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുവാൻ പോലും കയ്യിൽ പണമില്ലാത്ത സർക്കാർ എവിടെ നിന്നാണ് 14 ഇനം വിഭവങ്ങൾ ഉണ്ടാക്കി സപ്ലൈകോയുടെ സ്റ്റോറുകളിൽ എത്തിക്കുക? നിലവിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ മുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി. അവിടെ വന്നിട്ട് എല്ലാ ഉപഭോക്താക്കളും മടങ്ങി പോകുകയാണ്. ഒരു സാധനം പോലും അവിടെ കിട്ടാനില്ല. ഉള്ള സാധനം തന്നെ ഭക്ഷ്യയോഗ്യമല്ല എന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ തന്ത്രം മാത്രമാണ്. തെറ്റിദ്ധരിപ്പിച്ച് ആളുകളുടെ വോട്ട് നേടുവാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തി. രമേശ് ചെന്നിത്തല ഇടപെട്ടു. ഇലക്ഷൻ കമ്മീഷണർ അത് തടഞ്ഞു വഴി കോൺഗ്രസിനെതിരെ പ്രക്ഷേപം ഉയർത്തി പന്തം കൊളുത്തി പ്രകടനം നടത്താൻ ഇവർക്ക് സാധിച്ചു. അത്താഴം മുടക്കി എന്ന് വരെയാണ് അന്ന് രമേശ് ചെന്നിത്തലയെ ഇവർ വിളിച്ചത്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് പിണറായിന്റെ കുൽസിത ബുദ്ധിയാണ്, കുതന്ത്രമാണ്. ഇതേ ബുദ്ധി തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോഴും പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് ചീറ്റിപ്പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊരു ഉത്സവ ചന്ത അവർ പ്രഖ്യാപിച്ചു? അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കുന്നവർക്ക് 14 ഭക്ഷണ സാധനങ്ങൾ ആവശ്യമില്ലേ? ഇതിന് പിണറായി വിജയനും CPM എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? വിഷുവും റംസാനും ആഘോഷിക്കുവാൻ വേണ്ടി ഉത്സവ ചന്ത നടത്തുന്നതിൽ എന്താണ് ഒരു സാങ്കത്യമുള്ളത്? അതായത് ഈസ്റ്ററിനെ ഒഴിവാക്കിക്കൊണ്ട് വിഷുവും റംസാനും ആഘോഷിക്കുവാൻ വേണ്ടി 14 ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ സപ്ലൈകോയിലൂടെ വില കുറച്ച് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈസ്റ്റർ ആഘോഷിക്കുന്ന ജനങ്ങളെ പിണറായി വിജയൻ മറന്നുപോയത് എന്നതിന് മറുപടി പറയാൻ പിണറായി വിജയനും CPM ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ജനം എടുത്തു പറയുന്നത്. ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉത്സവമായ ഈസ്റ്ററിനെ എന്തുകൊണ്ട് ഒഴിവാക്കി? എന്തുകൊണ്ടാണ് ഈസ്റ്ററിന് മുമ്പ് ഇതുപോലെ 14 ഭക്ഷ്യ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതില്ല എന്നാണ് ഇപ്പോൾ എടുത്തു ചോദിക്കുന്നത്. ഇത് ഇലക്ഷൻ പ്രമാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി പിണറായി വിജയൻ കണ്ടുപിടിച്ച തന്ത്രമാണ്. CPM കണ്ടുപിടിച്ച തന്ത്രമാണ്. പാവപ്പെട്ട ജനങ്ങളെ ഏത് വിധേനയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ച് വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വരുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന കുതന്ത്രം മാത്രമാണ് ഇതെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. സപ്ലൈകോയിലൂടെ സാധനങ്ങൾ നൽകുവാൻ സർക്കാരിന് യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഈസ്റ്ററിന് മുമ്പ് പ്രഖ്യാപിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് ഔദ്യോഗികമായി ഉത്സവ ചന്തകൾ പ്രഖ്യാപിക്കാതിരുന്നത്? ഇത് പിണറായി വിജയന്റെ തന്ത്രമാണ്. ഖജനാവിൽ കാശില്ല. ഈ കാശില്ലാതിരുന്നിട്ട് കൂടി ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗതികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിന് കോൺഗ്രസും BJP-ക്കാരും ചേർന്ന് തടയിട്ടു. അതുകൊണ്ട് റംസാനും വിഷുവും ആഘോഷിക്കുവാൻ വേണ്ടി ജനങ്ങൾക്ക് സാധിക്കാതെ വന്നു എന്ന് വരുത്തി തീർത്ത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി വോട്ട് നേടുവാനുള്ള CPM-ന്റെയും പിണറായി വിജയന്റെയും വില കുറഞ്ഞ തന്ത്രം മാത്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ള കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ ചീറ്റിപ്പോയി. ദേശാഭിമാനിയും തെറ്റിപ്പോയി. ദേശാഭിമാനിയിൽ എഴുതുന്ന വിവരങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുവാൻ അന്തംകമ്മികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ BJP-ക്കാരും കോൺഗ്രസ്സുകാരും പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ ഈ തന്ത്രം വിലപ്പോയില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.